ഹലോ! ഈ ഒരു പൊള്ളുന്ന ചൂട് സമയത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടില് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിന്റെ റെസിപ്പി നോക്കിയാലോ? നോമ്പ് തുറ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ദാ ഒരു 2 ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച ശേഷം ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞു. എന്നിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു ചെറിയ തേങ്ങയുടെ പാല് നന്നായിട്ടൊന്ന് അടിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 കപ്പ് ഉണ്ടാവും. നല്ല തണുത്തിരിക്കുന്ന പാലാണ്. ഇതിന് പകരം നമുക്ക് കവർ പാലാണെങ്കിലും ഉപയോഗിക്കാം. നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ക്യാരറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ തന്നെ കുടിക്കാനാണ് ടേസ്റ്റ്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും ക്യാരറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ടി വരില്ല. ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും കടിക്കാനും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ അതിൻ്റെ സീഡ് ഒന്ന് നീക്കം ചെയ്ത് ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളുടെ കയ്യിലുള്ള നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് കുറച്ചിട്ട് കൊടുക്കാം. മിൻറ്റ് ലീവ്സ് എപ്പോഴും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ജസ്റ്റ് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി കുറച്ച് കസ്കസ് നല്ല തണുത്ത വെള്ളത്തിൽ കുതിർത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ നല്ല തണുത്തതായതുകൊണ്ട് അത്യാവശ്യം കൂളിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക. കുറച്ച് എക്സ്ട്രാ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതി. ദാഹത്തിനൊപ്പം വിശപ്പും കൂടി ശമിപ്പിക്കുന്ന കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.